ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ക്രാഫ്റ്റ്സ് അവന്യൂ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര ഇടുക്കി ജില്ലയിലെ പാഞ്ചാലിമേടിലേക്കാണ്. നമ്മൾ ഇറങ്ങിയത് ഉച്ചയ്ക്ക് 2:30 ആയപ്പോഴാണ്. ഇവിടെ നല്ല മഴയാണ് ഇപ്പം. അവിടുത്തെ ക്ലൈമറ്റ് എന്താണെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഈ കാണുന്നതാണ് എരുമേലി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. ഇത് വാവർ ജുമാ മസ്ജിദ്. നമ്മളിപ്പോൾ പാഞ്ചാലിമേട് എത്തിയിട്ടുണ്ട്. ഇവിടെ നല്ല മഴയാണ്, എന്നാലും അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ചെറിയ കുറച്ച് കടകളൊക്കെ റോഡിന്റെ രണ്ട് സൈഡിലുമായിട്ടുണ്ട്. പാർക്കിങ്ങിനായിട്ട് അങ്ങനെ പ്രത്യേക ഏരിയ ഒന്നും ഇവിടെയില്ല. റോഡ് സൈഡിൽ തന്നെയാണ് കാർ പാർക്ക് ചെയ്യേണ്ടത്. ഇതാണ് പാഞ്ചാലിമേട്ടിലേക്കുള്ള എൻട്രൻസ്. എൻട്രൻസിന്റെ മെയിൻ ഗേറ്റിൽ തന്നെ ടിക്കറ്റ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. കുട്ടികൾക്കും സീനിയർ സിറ്റിസണും 15 രൂപയാണ്, അഡൽറ്റിന് 25 രൂപ. ക്യാമറയ്ക്കും ഹെലിക്യാമിനും ഒക്കെ പ്രത്യേകം റേറ്റ് ഉണ്ട്. അതുപോലെ വെഡിങ് ആൽബം ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനും പ്രത്യേകം ടിക്കറ്റ് എടുക്കണം. ഇവിടുത്തെ ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ 6 മുതൽ വൈകിട്ട് 6:30 വരെയാണ്. ഈ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ ചെറിയൊരു പ്ലേയിങ് ഏരിയ ഉണ്ട്. അതുപോലെ ഇവിടെ സിപ്പ് ലൈൻ ഉണ്ട്. അതിന് 350 രൂപയാണ് ചാർജ്. മിന്നുവിന് ഇങ്ങനെ മഴയത്തോടെ കുട പിടിച്ച് നടക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞ് ഈ ഒരു ട്രിപ്പ് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു.
മഴ പെയ്തിട്ടിപ്പം ഭയങ്കരമായിട്ട് കോടയായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഫ്രണ്ടിലേക്കുള്ള കാര്യങ്ങളൊന്നും അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല. മഴ പെയ്യുമ്പോൾ നമുക്ക് കയറി നിൽക്കാനായിട്ട് ഇടയ്ക്കൊക്കെ ഇതുപോലെ ചെറിയ മണ്ഡപങ്ങൾ പോലെയുണ്ട്. ഇത്രയും നമ്മൾ വന്നത് കല്ലൊക്കെ ഇട്ട് പാകിയ സ്ഥലത്തൂടെയായിരുന്നു. ഇനി മേളിലേക്ക് വരുമ്പം അങ്ങനെ കല്ലൊന്നും ഇട്ട് പാകിയിട്ടില്ല. ഇതുപോലെയുള്ള ഉരുളൻ കല്ലുകളും ചെറിയ കല്ലുകളൊക്കെയാണ് ഇനി മേളിലേക്കുള്ളത്. ഇരിക്കാനൊക്കെ ആയിട്ട് കുറെ ബെഞ്ചുകളൊക്കെ ഈ വഴിയിലൊക്കെ പണിതിട്ടേക്കുന്നത് കാണാം. നമ്മൾ തിരിച്ചിറങ്ങിയപ്പോഴത്തേക്ക് മഴയൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. ഇതിനുള്ളിൽ ലേഡീസിനും ജെൻസിനുമായിട്ട് സെപ്പറേറ്റ് വാഷ്റൂം ഉണ്ട്. കറണ്ടുള്ള സമയത്താണ് നമ്മൾ കയറുന്നതെങ്കിൽ കുഴപ്പമില്ല. കറണ്ട് ഇല്ലാത്തപ്പോഴാണ് കയറുന്നതെങ്കിൽ ഒരല്പം പോലും വെളിച്ചം ഈ ഒരു വാഷ്റൂമിലേക്ക് കിട്ടില്ല. ഫ്ലാഷ് ലൈറ്റ് എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് ആ ഒരു വാഷ്റൂമിലേക്ക് കയറാൻ പറ്റുള്ളൂ. റോഡിൽ വന്നപ്പോഴേക്ക് മഴയെല്ലാം മാറി കോടയൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് ഒരു കടയിൽ നിന്ന് ചായയും ബ്രെഡ് ഓംലെറ്റും കൂടെ കഴിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത്രയും കോടയുള്ളൊരു ടൈമിൽ ഹൈ റേഞ്ചിൽ വരുന്നത്. എനിക്കതുകൊണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു ട്രിപ്പായിരുന്നു ഇത്. മറ്റൊരു സ്ഥലത്തെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്